So, congratulations, Fasmina, for your clearing the intermediate in the Jan 26, that too first attempt, auditing in 79 marks. Adu matralla, you got exemption for all the papers except one paper. So, congrats. And can you just let us know how was your journey about auditing and generally also? ഓഡിറ്റിന്റെ കേസ് വന്നാല് ഓഡിറ്റ് തുടങ്ങുമ്പോ തന്നെ എല്ലാരും പറഞ്ഞത് ഭയങ്കര ടഫ് സബ്ജക്റ്റ് ആണെന്നോ. ബട്ട് മാമിന്റെ ക്ലാസ് കേട്ടപ്പോ എനിക്ക് ടഫായിട്ട് തോന്നിയില്ല. ഐ വാസ് ലൈക്ക് ഇറ്റ്സ് നോട്ട് എ ടഫ് പേപ്പർ. കാരണം ഞാൻ ബാക്കിയുള്ള റെക്കോർഡഡ് ക്ലാസ് ആവുമ്പോ നമുക്ക് നല്ല ബോറടിക്കും. തിയറി ഒക്കെ ആവുന്ന ഞാൻ നല്ല ബോറാവുന്ന വിചാരിച്ചത്. പക്ഷെ എനിക്ക് ബോറൊന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ നോട്ട്സ് എഴുതിയെടുത്തിട്ടുണ്ട്. എനിക്ക് വേഗം ക്ലാസ് കഴിഞ്ഞിട്ടുമുണ്ട് ഓഡിറ്റിന്റെ. പിന്നെ നോട്ട്സ് വെച്ചിട്ടും പിന്നെ എനിക്ക് ഈ ഐസിയുടെ മെറ്റീരിയൽ ഫുള്ള് വായിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. ഞാൻ അപ്പൊ ഐസിയുടെ മെറ്റീരിയൽ ഫുള്ള് കവർ ചെയ്യും. ഓരോ ചാപ്റ്റർ പഠിക്കും. പിന്നെ മാമിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നു. എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് നോക്കും. പിന്നെ അത് തന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യും. പിന്നെ അത് വീണ്ടും നോക്കും. എനിക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ്, അങ്ങനെ ക്വസ്റ്റ്യൻസ് പഠിച്ച് 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 പിന്നെ ടെക്സ്റ്റ് വായിക്കുമ്പോൾ, ഐസിയുടെ മെറ്റീരിയൽ വായിക്കുമ്പോൾ അതേ ക്വസ്റ്റ്യൻസിലുള്ള സാധനങ്ങൾ തന്നെയാ ആ ടെക്സ്റ്റിലുള്ളത്. അപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരും, ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെയൊക്കെ എഴുതണം, ഐസിയുടെ ലാംഗ്വേജിന്റെ ബേസ് ചെയ്തിട്ട് തന്നെ എങ്ങനെ എഴുതണം എന്നൊക്കെ മനസ്സിലായി. ഓഡിറ്റിന്റെ പ്രിപ്പറേഷൻ അങ്ങനെയായിരുന്നു. പക്ഷെ ഓഡിറ്റ് നല്ല പേടിയുണ്ടായിരുന്നു. കാരണം 10 ദിവസത്തെ ലീവ് ഉണ്ടായിരുന്നല്ലോ. ഞാന് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോ ഞാൻ ഓറിയന്റേഷൻ പോയിരുന്നു. ഓറിയന്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഇടയില് സത്യം പറഞ്ഞാൽ ഓഡിറ്റ് പഠിക്കാൻ പറ്റിയിട്ടില്ല. പഠിക്കാൻ പറ്റുന്നാണ് വിചാരിച്ചത്. പക്ഷെ ഞാൻ കൊച്ചിയിലായിരുന്നു ഓറിയന്റേഷൻ ചെയ്തിരുന്നത്. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിന്നിട്ട് ഭയങ്കര ചൂടും കുറെ കുട്ടികളും ഒക്കെ ആയതുകൊണ്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് 2 ഡേയ്സിലെങ്ങാനുമാണ് ഓഡിറ്റ് പഠിച്ചത്. അപ്പൊ ടച്ച് വിടുകയും ചെയ്തിരുന്നു. എന്നാലും എന്തോ ഒരു ഭാഗ്യം കൊണ്ട് കുറച്ചൊക്കെ റെഡിയായി. എക്സാമിന് പോകുന്നതിന്റെ ഒരു 3 hours ബിഫോർ ഞാനൊരു PYQ എടുത്ത് നോക്കിയിരുന്നു, കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എനിക്ക് അതിൽ ഒറ്റ ക്വസ്റ്റ്യൻ പോലും ചെയ്യാൻ പറ്റിയില്ല. കോൺഫിഡൻസ് നേരെ കുറയുക ചെയ്തത്. ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം ഫ്രണ്ട്സ് എല്ലാരും പലരും ഓഡിറ്റിന് പോകുന്നില്ല എന്ന് പറഞ്ഞു, ഈ ഗ്യാപ്പ് വന്നുകൊണ്ട്. അപ്പൊ പോവണ്ടെന്ന് വിചാരിച്ചു. പക്ഷെ പാരന്റ്സ് പുഷ് ചെയ്തത് കൊണ്ട് ലാസ്റ്റ് എത്തിയില്ല. ഒരു എക്സാമും കൂടെ അല്ലേ, പോയി എഴുതിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ പോയി എഴുതിയതാ ഓഡിറ്റ്. ബാക്കി എല്ലാ എക്സാമും അങ്ങനെ തന്നെ ആയിരുന്നു. സത്യത്തിൽ പാസ്സാന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല, തീരെ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയായിരുന്നു പ്രിപ്പറേഷൻസ് ഓഡിറ്റിന്റെ. And you got highest for auditing, I guess, right? 79. No, no, Yes. just imagine ഏത് എക്സാമിനാണോ പോണ്ടെന്ന് പറഞ്ഞ് മീനു ഇരുന്നത്, for that you get the highest and hats off. And എടാ two ഓഡിറ്റിൽ ഞാൻ കരഞ്ഞു പോയത്. പിന്നെ എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്, മീൻസ് പഠിക്കുന്നു പഠിക്കുന്നു മറന്നു പോകുന്നു. ബട്ട് ഐ തിങ്ക് എക്സാമിന് ക്വസ്റ്റ്യൻ കാണുമ്പം യു ആർ ഏബിൾ ടു റീകോൾ അല്ലേ? സത്യമായിട്ടും. കാരണം ഓഡിറ്റ് തിയറി പേപ്പർ ആയതുകൊണ്ട് നമ്മള് ഇപ്പൊ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതിങ്ങനെ റീകോൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയേക്കണം എന്നില്ല. ബട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താല് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് കിട്ടും, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെ എഴുതാം. അത് എല്ലാ സബ്ജക്റ്റിനും എനിക്ക് ആ ഒരു എക്സ്പീരിയൻസാ തോന്നുന്നത്. കാരണം ഞാൻ വീട്ടിൽ നിന്ന് പഠിക്കുമ്പോൾ എനിക്ക് ഒന്നും കിട്ടാനില്ല. ഞാൻ സത്യത്തിലും അതുകൊണ്ടൊക്കെയാ വിചാരിച്ചത് എനിക്ക് കിട്ടാൻ പോകുന്നില്ല എന്ന്. ബട്ട് ആ എക്സാം ഹാളിൽ നിന്ന് ആ ഒരു പ്രഷറിൽ എന്താന്നറിയില്ല, അവിടുന്ന് കിട്ടും. പിന്നെ എത്രയൊക്കെ പഠിച്ചാലും ആ 3 hours യൂട്ടിലൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല. എന്റെ എല്ലാ പേപ്പറിനും അങ്ങനെയാ പറ്റിയത്. സത്യം പറഞ്ഞാൽ എന്റെ പ്രിപ്പറേഷൻസ് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല. റിവിഷൻസ് പ്രോപ്പർ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ ഞാൻ കഴിഞ്ഞ അറ്റംപ്റ്റ് എഴുതേണ്ട ഒരാളെ അല്ല. അത്ര അവേഴ്സ് ഇരുന്ന് പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ പോകണ്ടെന്ന് വിചാരിച്ചു. കാരണം ബാക്കിയുള്ളവരുടെ പ്രിപ്പറേഷൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്റെ പ്രിപ്പറേഷൻസ് അത്ര പെർഫെക്റ്റേ അല്ല. അതുകൊണ്ട് പ്രിപ്പറേഷൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസേർവ്ഡ് അല്ല എക്സാം എഴുതാൻ. പക്ഷെ പറഞ്ഞു എന്റെ അപ്പോഴും പാരന്റ്സ് വന്ന് പറഞ്ഞു, നിനക്ക് അറിയുന്നത് വെച്ച് എഴുത്, എന്തെങ്കിലും എന്തായിക്കോട്ടെ. ഇത്രയും കാലം 8 മാസം ഇരുന്ന് പഠിച്ചില്ലേ, ഈ അറ്റംപ്റ്റ് വെറുതെ കളയണ്ട, ജസ്റ്റ് ഒന്ന് എഴുതി നോക്ക്, ആ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആയിക്കോട്ടെ എന്ന്. അങ്ങനെയാ ഞാൻ എക്സാമിന് പോയതും എഴുതിയതും പാസ്സായതും. പാസ്സാകുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല തീരെ.
From your face, I can read that expression and എന്താ പറയാ ചിരി and all those things I can read also. And how was it like auditing paper like MCQ എപ്പോഴും അറ്റൻഡ് ചെയ്തത്? Is it beginning or middle? MCQ ഞാൻ ഫസ്റ്റില് ഡിസ്ക്രിപ്റ്റീവ് അറ്റൻഡ് ചെയ്തു. ഒരു 2 ക്വസ്റ്റ്യൻസ് MCQ ഡിസ്ക്രിപ്റ്റീവ് അറ്റൻഡ് ചെയ്തു. നല്ല അറിയുന്ന ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നല്ല പരിചയം എഴുതാൻ പറ്റുന്ന കോൺഫിഡൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ ഫുള്ള് കറക്റ്റ് എഴുതി കഴിഞ്ഞതിന് ശേഷം MCQ എടുത്തു. അപ്പോൾ ഒരു കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് എങ്കിലും ഞാൻ ഡിസ്ക്രിപ്റ്റീവ് എഴുതിയല്ലോ. പിന്നെ MCQന് കൂടുതൽ ടൈം ഞാൻ ഒരു സബ്ജക്റ്റിന് കൊടുത്തിട്ടില്ല. ഒരു അലോട്ടഡ് ടൈം മാക്സിമം 45 മിനിറ്റ്സ്. പക്ഷെ ഓഡിറ്റിന് 45 മിനിറ്റ്സിന്റെ ആവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം MCQ അധികവും ഡയറക്റ്റ് ആയിരുന്നു. MCQയും ഡിസ്ക്രിപ്റ്റീവും ഒക്കെ കുറെയൊക്കെ ഈസി ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഞാൻ ഓഡിറ്റ് എഴുതിയിട്ടുണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യുമായിരുന്നു. നല്ലപോലെ റിഗ്രറ്റ് ചെയ്യുമായിരുന്നു. Okay. Any other tips താങ്ക് you യു want? മാം ഫോർ ദി ക്ലാസ്സസ്. എന്റെ ഫ്രണ്ട്സ് ചോദിക്കും, ഞാൻ റെക്കോർഡഡ് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് അവര് ചോദിക്കാറുണ്ട് നല്ല ഓഡിറ്റിന്റെ ക്ലാസ് ഏതാണ്. ഞാൻ രേവതി മാം എന്നേ ഇതുവരെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പിയാണ് റെക്കോർഡഡ് സ്റ്റുഡൻസിനെ ഇങ്ങനെ കാണുക. അതും ഓഡിറ്റിങ്ങിന് ഇപ്പം എക്സാംഷൻ കിട്ടുന്നത് യെസ് ദാറ്റ്സ് ഓൾസോ ദാറ്റ് ടു ഫോർ ദി പേപ്പർ ലൈക്ക് ഓഡിറ്റിംഗ് ഇസ് ഗ്രേറ്റ്. ഇതിപ്പം 79 ദാറ്റ് ടു ഹയസ്റ്റ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആൻഡ് ഐ എം സോ ഹാപ്പി. സീരിയസ്ലി പറഞ്ഞ ഹാപ്പി ആയിരുന്നു. അന്ന് മാർക്ക് ലിസ്റ്റ് കണ്ടപ്പം ലോഡ് ഓഫ് മെസ്സേജസ്. ഇയാളുടെ മെസ്സേജ് കണ്ടപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് എന്താ പറയണെന്ന് എനിക്കറിയണം. അതുകൊണ്ടാണ് ഞാനൊരു വാവ് വിട്ട് നിർത്തിയത് ഫസ്റ്റ്. പിന്നീടാണ് I could like recall, okay, record class ആണ്, so really happy. So any other suggestion you want to give to the students regarding auditing? ഓഡിറ്റിംഗ് തിയറി ആണെന്ന് വിചാരിച്ചു ബോറിംഗ് ആണെന്ന് വിചാരിക്കണം. എനിക്ക് ഏറ്റവും കൂടുതൽ റിയൽ ലൈഫായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സബ്ജക്ട് ഓഡിറ്റിംഗ് ആയിരുന്നു. പിന്നെ മാം പഠിപ്പിക്കുന്നതും ആ രീതിക്കായിരുന്നു. ഇങ്ങനെ വന്നാൽ ഇങ്ങനെ ചെയ്യണം, ആ ഒരു രീതിക്കാണ് പഠിപ്പിച്ചത്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോഴും കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് ചാപ്റ്റർ പഠിക്കുക, കീവേഡ്സ് നോക്കുക, ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ഞാൻ മാമിന്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഫുള്ള് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ഭാഗങ്ങൾ എന്ന് ആ ക്വസ്റ്റ്യൻ ബാങ്ക് കവർ ചെയ്താൽ മനസ്സിലാവും. Yes, exactly. So thanks a lot. എഴുതി നോക്കാൻ സത്യം പറഞ്ഞാല് വിചാരിച്ചിരുന്നു റൈറ്റിംഗ് പ്രാക്ടീസ്, പക്ഷെ സമയം കിട്ടിയില്ല. ലാസ്റ്റിലോട്ടായപ്പോ ഞാൻ പറഞ്ഞല്ലോ എന്റെ പ്രിപ്പറേഷൻസ് ഭയങ്കര ഫ്ലോഡ് ആയിരുന്നു എന്ന്. പക്ഷെ ഓരോ ക്വസ്റ്റ്യൻസ് കാണുമ്പോഴും മൈൻഡിൽ ഇങ്ങനെ നോക്കും, ഇതിങ്ങനെ എഴുതണം, ഇങ്ങനെയായിരിക്കും സ്ട്രക്ചർ, ഇങ്ങനെയായിരിക്കും ബിഗിനിങ് ഇങ്ങനെ, ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, ഈ എസ്സേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് കൺക്ലൂഷൻ, ബോഡി, മനസ്സിലായി. അങ്ങനെ നോക്ക്. ശരി, വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഇതുപോലെ തന്നെ ഫ്യൂച്ചറും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എല്ലാം സക്സസ്ഫുൾ. യുവർ ഫേസ് ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് അൺഎക്സ്പെക്റ്റഡിന്റെ ഒരു ഹാപ്പിനെസ്. സോ ഇതുപോലെ തന്നെ എല്ലാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇയാളുടെ മനസ്സ് പറയുന്നതിനേക്കാളും അപ്പുറത്ത് സക്സസ് ആവട്ടെ. ലെറ്റ് ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു ഫോർ ജോയിനിങ് ഓൾസോ. ചോദിച്ചപ്പോൾ തന്നെ ഇയാൾ പറഞ്ഞു. ഐ എം സോ ഹാപ്പി ഫോർ യു ആൻഡ് എനിക്കും ഹാപ്പിനെസ് ആണ്. ബിക്കോസ് നമ്മൾ ഈ പഠിപ്പിക്കുന്നുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരെ. സോ അവരൊരു അച്ചീവ് ചെയ്ത് അവരുടെ മുഖത്ത് ഒരു സന്തോഷം കാണുമ്പോഴാണ് നമുക്കും ഒരു സന്തോഷം. സോ താങ്ക്സ് എ ലോട്ട് കുട്ട ഫോർ ജോയിനിങ്.